LDFിന് ഭരണം നഷ്ടമായ എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടക്കും. CPM വിമത അംഗം കലാരാജുവാണ് UDFിന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. UDF അനുകൂല നിലപാട് തുടരുമെന്ന് കലാരാജു പ്രതികരിച്ചു. നിലപാട് ഞാൻ വ്യക്തമാക്കിയതല്ലേ. അതെ ഉറപ്പ്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറിനെയാണ് UDF പരിഗണിക്കുന്നത്. ലാൽകൃഷ്ണൻ കൂത്താട്ടുകുളത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, കൂത്താട്ടുകുളത്ത് എന്താ വിശേഷം പറയൂ. ഗുഡ് മോർണിംഗ് SK. നമ്മളിപ്പോൾ നിലവിൽ കൂത്താട്ടുകുളം നഗരസഭയുടെ ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കൗൺസിൽ ഹാളിനകത്താണുള്ളത്. UDFിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ സന്നിഹിതരായിട്ടുണ്ട്. നിലവിൽ 13 പേരാണ് UDFിന് അനുകൂലമായി നിൽക്കുന്നത്. 25 അംഗങ്ങളുള്ളതാണ് കൂത്താട്ടുകുളം നഗരസഭ. പൊതുവെ കലാരാജുവിനെയാണ് ഇത്തവണ UDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം സ്വതന്ത്രനായിട്ടുള്ള PG സുനിൽകുമാറിനെയും എത്തിച്ചിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കലാരാജു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അഥവാ വിപ്പ് ലഭിച്ചിരുന്നെങ്കിലും UDFിന് അനുകൂലമായി തന്നെ നിലപാട് സ്വീകരിക്കും എന്നുള്ളതായിരുന്നു കലാരാജു ആദ്യം തന്നെ പറഞ്ഞത്. ഭയമില്ല, അതായത് കഴിഞ്ഞ ജനുവരി 18-ാം തീയതി നടന്ന സംഭവവികാസങ്ങളെല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ട്. നാടകീയമായിരുന്നു. ഇപ്പോഴും ആ ഭയം ഉള്ളിലുണ്ടോ? ഇനി അതുണ്ടാകുമെന്ന് ആവർത്തിക്കുമെന്നുള്ള ഭയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 100% ബോൾഡായിട്ട് തന്നെയാണ് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. എന്നെ ആരും ഫോഴ്സ് ചെയ്തതല്ല. ഇപ്പോൾ അവർ പ്രകോപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിശ്വാസ പ്രമേയം പാസ്സായത് മുതൽ ഇന്നലെ വൈകുന്നേരം വരെ ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയ വഴി നമ്മളെ മാക്സിമം അപകീർത്തിപ്പെടുത്താണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്തടത്തോളം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ. കാരണം ഇതൊരു അവരോടുള്ളൊരു പ്രതികാര നടപടി തന്നെയാണ്. കാരണം നമുക്ക് നീതി കിട്ടണമല്ലോ. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒപ്പം നടന്ന സഹപ്രവർത്തകയോട് ഈ മാതിരി ഹീനമായ പ്രവൃത്തികൾ ചെയ്തു. അന്ന് നമ്മൾ വിചാരിച്ചു ഇവർക്കൊരു തെറ്റ് പറ്റിയതാവാം എന്ന് നമ്മൾ ചിന്തിച്ചു. പക്ഷേ അതിനുശേഷം അന്ന് അവിശ്വാസം പാസ്സായില്ലല്ലോ. പക്ഷേ എന്നിട്ടും അവർ ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുന്നു. എൻ്റെ വീടിൻ്റെ മുമ്പിൽ മൈക്ക് കെട്ടി വച്ചുകൊണ്ട് അപ്പോൾ അവർ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. ഞാൻ ഭയങ്കര കുഴപ്പക്കാരിയാണ്, അവരാണ് പാർട്ടിയിൽ നിന്ന് തന്നെ. അങ്ങനെ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെ അതിനുള്ള മറുപടി ഇങ്ങനെ നമ്മൾ കൊടുക്കണം. കാരണം ഈ 4.25 വർഷം കൊണ്ട് അവർക്ക് ഒന്നും കൂത്താട്ടുകുളം നഗരസഭ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര സംഭവമായിരുന്നെന്ന്. അതിന് റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾക്ക് തെറ്റുകാരാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ളൊരു മറുപടിയാണ് എന്നുള്ളത് തന്നെയാണ് കലാരാജു പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണത്. നിലവിലൊരു സംശയം, അതായത് താങ്കളാണല്ലോ പ്രതിപക്ഷത്തെ നയിക്കുന്നത്. ഒരുപാട് അംഗങ്ങൾ, 2-3 അംഗങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കലാരാജു എന്ന് പറയുന്ന ഒരാളെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്? കലാരാജു CPMൻ്റെ അവരുടെ ഭരണ നയവൈകല്യങ്ങളിലും പാർട്ടിയുടെ നയപരിപാടികളിലും പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു കൗൺസിലറാണ്. ആ കൗൺസിലർ ഉയർത്തിയ വിഷയങ്ങൾ കൂത്താട്ടുകുളത്തെ ഭരണത്തെ സംബന്ധിച്ചും CPMൻ്റെ നയവ്യതിയാനങ്ങളെ സംബന്ധിച്ചും അവർ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ ഇതുപോലെ ഇനി പാർട്ടിയുടെ ഇത്തരം നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് അതിനെ എതിർക്കുന്ന ആളുകൾ ക്ലിയറാണ്. അതായത് പാർട്ടി പുറത്ത് വന്നവരോട് കാണിക്കുന്ന പ്രതികരണത്തിനുള്ള മറുപടിയാണ് എന്നുള്ളത് തന്നെയാണ് UDFിന്റെ ഭാഗത്തുള്ള നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.